ടോവിച്ച് സിനിമയിൽ ഇറങ്ങിയ ശേഷം സിനിമയുടെ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പൂർണ്ണമായിട്ട് മനസ്സിലാക്കരുത് സിനിമയുടെ ഡൈനാമിക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അമലേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ അമലേട്ടനും സമീർക്കും തമ്മിലുണ്ടായുള്ള കോൺവെർസേഷനിൽ പറഞ്ഞിട്ട് സാധനം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. നമ്മളുടെ വിവരക്കേട് ആണ് നമ്മളെ കൊണ്ട് നമ്മുടെ തുടക്കകാലത്തൊക്കെ ഭയങ്കര റിസ്കുകൾ എടുക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കിയിരുന്നു. നമ്മൾ വിവരക്കേടാണ്. അത് നല്ലതാണ്, കുറച്ച് വിവരക്കേട് നല്ലതാണ്. ശരി. സിനിമയുടെ ഫോർമുലയും ഡൈനാമിക്സും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതുപോലത്തെ സിനിമകൾ എടുക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് ഒരു ടെംപ്ലേറ്റ് സിനിമയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അത്രയും അറിവ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും യുണീക്കായിട്ടുള്ള കോൺസെപ്റ്റുകളുടെ ഭാഗമാവാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത് സിനിമയുടെ കാര്യത്തിൽ നോക്കുമ്പോഴും. അതിപ്പോൾ ഞാൻ മൊത്തം സിനിമയുടെ ഡൈനാമിക്സ് മനസ്സിലാക്കി, ഇതിൻ്റെ ബിസിനസ് മനസ്സിലാക്കി, ഇതിൻ്റെ ഇന്ന പോയിന്റിൽ ഇന്ന ആൾക്കാർ കൈയടിക്കും, ഇവിടെ ചിരിക്കും, അങ്ങനെ ഇത് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എടുത്തു വയ്ക്കുന്ന സിനിമ ഒരു ഫോർമുലകളെല്ലാം കറക്റ്റായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് സിനിമയാവില്ലേ. ടോവിയെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ടോവിക്ക് ഇതിനെക്കാളും ബെറ്റർ ഓപ്ഷൻസ്, കഥകൾ, ലാർജർ സ്കെയിൽ സിനിമകൾ. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമയും കൂടി വേണമല്ലോ നമുക്ക്. കോഴ്സ് ഉണ്ടല്ലോ സിനിമയ്ക്ക്. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ സിനിമകളിൽ കരിയറിൽ ഉണ്ടാവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യൂല ഞാൻ എന്താ അടുത്ത് സ്ക്രീനിങ് ചെയ്യാൻ പോകണമെന്ന് ആൾക്കാർ മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്കും ബോറാണ്, അവർക്കും ബോറാണ്. ശരിയാണ്. അത് അല്ലാത്തൊരു സാധനം ചെയ്യാൻ പറ്റുമ്പോഴല്ലേ ആൾക്കാർക്കും ഒരു കൗതുകം, എനിക്കും ഒരു കൗതുകവും, എനിക്കും അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ആവണം.